ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സുമതി വളവ് 10ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച മിന്നുന്ന പ്രകടനം തന്നെയാണ്. ശനിയാഴ്ച എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ശനിയാഴ്ച 844ഓളം ഷോകളിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് ലഭിച്ചത് 1,21,00,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് 1.5 കോടിക്ക് മുകളിൽ 9ാം ദിവസവും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞായറാഴ്ചയും മികച്ച പ്രകടനം തന്നെയാണ് സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 462ഓളം ഷോകളിൽ നിന്ന് 58,000-ന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ 44% ഒക്യുപ്പൻസിയിൽ സിനിമ 90 ലക്ഷം രൂപയാണ് ഇതുവരെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഇന്നും സിനിമ 1 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എന്തായാലും മിന്നുന്ന പ്രകടനം എന്ന് തന്നെയാണ് വിളിക്കാനുള്ളത്. ആദ്യ ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും കമൻറ്റിലൂടെ പറയുകയുണ്ടായി സിനിമ ആദ്യ ഞായറാഴ്ച കഴിയുമ്പോൾ ഇടിഞ്ഞ് താഴെ വീഴുമെന്നുള്ളത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മികച്ച പ്രകടനം തന്നെയാണ്. ആദ്യ ഞായറാഴ്ച സിനിമ ട്രാക്ഡ് കളക്ഷനിലൂടെ മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന ദിനമായിരുന്നു. 2,01,00,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നത്. അതായത് 2.5 കോടിയോളമാണ് ആ ഒരു ഞായറാഴ്ച വന്നെങ്കിൽ പിന്നെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും 1 കോടിക്ക് മുകളിലായിരുന്നു. 4, 5, 6 ദിവസങ്ങളിൽ നമുക്ക് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരികയും പിന്നീട് വ്യാഴാഴ്ച ഏകദേശം 75 ലക്ഷം രൂപയും വെള്ളിയാഴ്ച 80 ലക്ഷം രൂപയ്ക്ക് അടുത്തുമൊക്കെയാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 15 കോടിയിലേക്ക് കടക്കുകയാണ്. 14 കോടി കടന്നു എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത്. അർജുൻ അശോകൻ നായകനായ ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് 19.5 കോടി കടന്ന് 20 കോടിയിലേക്ക് ഇന്നത്തോടെ കളക്ഷൻ എത്തും എന്നുള്ളതാണ്. സാഹസം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ 3ാം ദിനമാണ് സിനിമ എത്തിയിരിക്കുന്നത്. ചെറിയ അല്ലെങ്കിൽ കുഞ്ഞൻ സിനിമ എന്ന് തന്നെ നമുക്കറിയാം. ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത നരയനും അതേപോലെ തന്നെ ബാബു ആൻ്റണി, ഗൗരി ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. ഇന്ന് 233ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ലഭ്യമായത് 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 20% ഒക്യുപ്പൻസിയിൽ 18 ലക്ഷം രൂപയോളമാണ്. അതായത് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ഇന്നും വന്നിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം വന്നത് 26 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി വന്നത്. അതായത് ഒരു 35-40 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് വന്നു. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം 3 ദിനം കൊണ്ട് പറയുന്നത് 67 ലക്ഷം രൂപ നേടിയെന്നുള്ളത്. അതായത് 1 കോടി സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുന്നു എന്നുള്ള മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കൂലി കേരള കളക്ഷൻ വീണ്ടും ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇനിയും 4 ദിനങ്ങൾ കൂടിയുണ്ട് സിനിമ റിലീസ് ചെയ്യാൻ. അപ്പോൾ സിനിമയ്ക്ക് 2004ഓളം ഷോകളിൽ നിന്ന് 3,14,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 55% ഒക്യുപ്പൻസി. 5,25,00,000 രൂപയിലേക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം കളക്ഷൻ വന്നതായി പറയുന്നു. അതായത് ഇന്ന് 5,30,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തും. അത് ആളെ കൊണ്ട് 6 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം. ഇതിനോടകം തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ 100 കോടിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 60 കോടി കടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.